അപ്പൊ എനിക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഉടനെ ഞാൻ നിന്നെ വിളിച്ച് പറയാം. താങ്ക് യു സോ മച്ച് മോനെ, താങ്ക് യു. അപ്പൊ ഒന്നത് ക്രെഡിറ്റ് ആയിക്കോട്ടെ, ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറയാമേ. ഓക്കെ, താങ്ക് യു. അവരുടെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ല. അപ്പം അവരൊന്ന് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, മനസ്സിലായില്ലേ? എന്റെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് അവർ ഡിസ്കസ് ചെയ്തിട്ട് പറയട്ടെ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നിന്നല്ലല്ലോ അയച്ചു കൊടുത്തിരിക്കുന്നത്, ഒരു ബാങ്കിലെ അക്കൗണ്ട് അല്ലേ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് തിരിച്ചെന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്ത് തരണം. അത് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇൻ കേസ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ പറഞ്ഞ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി, അയച്ചു തന്നാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ ആദ്യം ഇത് എമൗണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ. ഞാനത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. നിനക്ക് അർജന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാനിത് ചോദിച്ചിട്ടുമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് പുറത്തൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്ന ഫണ്ട് അയക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. നീ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ ചോദിച്ചാൽ മതിയായിരുന്നു. ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ എന്ത് ചെയ്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്. എനിക്കതിനെ പറ്റി ഒരു അറിവില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഞാൻ നോക്കട്ടെ അവരെന്താ പറയുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമേ. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഞാനപ്പോൾ ഈ അക്കൗണ്ട് ഞാനിപ്പോൾ എൻ്റെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമേ. ഓക്കെ, എന്നിട്ട് ഞാൻ നിനക്ക് അയച്ചു തരാം. ബെനിഫിഷ്യറി കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് അവരത് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തേക്കാം, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് ഞാൻ നിനക്ക് ഇട്ട് തന്നേക്കാമേ. ഓക്കെ, ശരി. മുന്നേ ഇടയ്ക്ക് വെച്ചൊന്ന് തിരക്കായി പോടാ. ഇവിടെ പുതിയൊരു സിസ്റ്ററിന്റെ മാരേജ്, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായി പോയി. പിന്നെ ഞാനത് അവിടെ ഇത് ലുലു എക്സ്ചേഞ്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാങ്കിൽ അയച്ചതുകൊണ്ട് ബാങ്കിൽ നിന്ന് തിരിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു 7 days എടുക്കുമെന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനിത് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മോസ്റ്റ്ലി നിനക്ക് മൺഡേ ആയിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്റെ കയ്യിലും ആ ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാലോ, ഞാനത് വേറെ ഫണ്ടൊന്നും വന്നില്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തു തരുന്നതന്നെ. ഓക്കെ, അപ്പം കാരണം അവർ പറഞ്ഞെന്ന് വെച്ചാൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പോയത് കൊണ്ട് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നാ പറഞ്ഞ. അപ്പം ഞാൻ എങ്കിൽ പിന്നെ അത് എന്തിനാ വെയിറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ നിനക്കത് എപ്പോഴെങ്കിലും ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ഇൻഫോം ചെയ്യണേ പ്ലീസ്. താങ്ക് യു ബ്രോ. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് 48 hours പറഞ്ഞത്. ഒന്നുകിൽ ഇന്ന് ഈവനിങ് നൈറ്റിനകത്ത് അല്ലെങ്കിൽ നാളെ ഉച്ചയോട് കൂടി ബ്രോയിന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വർക്കിംഗ് ഡേയ്സ് 48 hours എന്നാ പറഞ്ഞത്. അവർ വെള്ളിയാഴ്ച അന്ന് വൈകുന്നേരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വർക്കിംഗ് ഡേയ്സ് 2 days വേണം, എന്ന് വെച്ചാൽ 48 hours. ഓക്കെ, ഇൻ കേസ് ഇനി നാളെ ഉച്ചയ്ക്ക് ബ്രോയിന് ഒരു 2-3 മണിക്കകത്ത് ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബ്രോയിന്റെ ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് ബ്രോയിന് അവിടെ ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഫണ്ട് ക്രെഡിറ്റ് ആകുമ്പോൾ എനിക്ക് തിരിച്ചിട്ട് തന്നാൽ മതി കേട്ടോ. നാളെ എനിക്ക് വേറൊരു ഫണ്ട് കിട്ടുന്നുണ്ട്. ഇൻ കേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്ത് ചെയ്താൽ മതി ബ്രോ, അത് ഞാൻ ബ്രോന് ഇട്ട് തരാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഫണ്ട് ഈ വെള്ളിയാഴ്ച അയച്ച ഫണ്ട് കിട്ടിയിട്ട് ബ്രോന് കിട്ടുമ്പോൾ എനിക്ക് തിരിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതിയാ. ഇത് ചച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ ശരിക്കും ഇട്ടിരിക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന ഒരു റീലാണ്. ഓക്കെ, അതായത് റോബിൻ പുള്ളിന്റെ അടുത്ത് പണം ചോദിച്ചു, പുള്ളിന്റെ കൊടുക്കാൻ പണമില്ല. അപ്പം പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കുറച്ച് ഫണ്ട് വാങ്ങിച്ചിട്ട് റോബിന് കൊടുക്കുന്നു. പക്ഷെ പിന്നീടുള്ള റോബിന്റെ റെസ്പോൺസ് എല്ലാം മറ്റ് പല രീതിയിലുമാണ്. ശരിക്കും ഒരു കൺവിൻസിങ് സ്റ്റാർ എന്ന് നമുക്ക് വേണമെങ്കിൽ റോബിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, എന്ത് പറഞ്ഞാലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ പണം ചോദിക്കുമ്പോൾ നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളെ അവിടെ ഇരുത്തും, നമ്മളെ ഒതുക്കി നിർത്തും റോബിൻ. ഓക്കെ, പക്ഷെ പണം കിട്ടുമോ? അതുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം ഇതാണ്. ഈ ലക്ഷങ്ങൾ കൊടുത്ത ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം ശരിക്കും പെട്ടു. ഇനി ഈ പണമൊന്നും നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ പോകുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. കാരണം 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം ഒന്നുമല്ല റോബിൻ്റെ ബാധ്യത എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിടത്തോളം, ഓരോ ആളുകളും എന്ന് പറഞ്ഞിടത്തോളം വലിയൊരു ഹ്യൂജ് എമൗണ്ട് റോബിന് ഇപ്പോൾ പലരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ റോബിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു തരി പണം പോലും ഇല്ല എന്നുള്ളൊരു കാര്യവും ബാക്കിയുള്ള ആളുകളെല്ലാം വന്ന് പറഞ്ഞതിൽ വെച്ചിട്ട് വാസ്തവമാണ്. ഇത് കാരണം റോബിന് ഇനി ആരും റോബിൻ്റെ പേരിൽ പണം ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ റോബിൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പണം തിരിച്ചു തരും? തരാൻ പറ്റുമോ? ഇല്ല, തരില്ല. അതാണ് റിയാലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് എക്സ്പോസ് ചെയ്യരുതായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇനിയിപ്പോൾ റോബിനൊന്നും ചെയ്യാനില്ല. റോബിന് നാണം കെടേണ്ടടുത്തോളം പുള്ളിക്കാരൻ നാണം കെട്ടു. എല്ലാ ആൾക്കാരും മനസ്സിലാക്കി. കാരണം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ റോബിൻ്റെ കയ്യിൽ പണമില്ല. ഓക്കെ, ആളുകൾ വരെ പറയുന്നുണ്ട് കൊണ്ടു നടക്കുന്ന കാറ് പോലും 5000-നും 6000-നും ഡെയിലി റെന്റ് കൊടുത്തിട്ടാണ് റോബിൻ ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇനി ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള
ഒരു സാധ്യതയും കാണുന്നില്ല. അല്ലെ പിന്നെ വല്ല ലോട്ടറി ഒക്കെ അടിക്കണം. അതും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ തൊഴിലിൽ ഇറങ്ങണം. ഓക്കെ, ഡോക്ടർ ആണെന്നാണ് പറയുന്നത്. സോ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങണം. ഡോക്ടർമാർക്ക് പോലും ഇപ്പം നേരെ ശമ്പളം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ തൊഴിലിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് എമൗണ്ട് വെച്ചിട്ട് കുറച്ച് പേർക്ക് കുറേശ്ശെ കൊടുത്ത് ഒരു ചിട്ടിയൊക്കെ അടച്ച് തീരുന്ന പോലെ എന്തെങ്കിലും സെറ്റപ്പിൽ ചെയ്ത് തീർക്കണം. അതേ പറ്റും. ഒരു 3 ക്ലിപ്പ് ഈ പയ്യൻ ഇട്ടിട്ടുണ്ട്. അവൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അടുത്തൊരു ക്ലിപ്പ് കൂടെ നമുക്ക് കണ്ടുനോക്കാം. ബ്രോന് കിട്ടുമ്പോൾ എനിക്ക് തിരിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതിയാ. മുന്നേ ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് ഈവനിങ് 8:30 നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ 8:30 PM നിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യാത്തത്. മനഃപൂർവ്വമല്ല. ഞാൻ മറ്റേ പുള്ളിക്കാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഫണ്ട് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടില്ല, എനിക്ക് നാളെ തന്നെ എന്ത് ചെയ്യണം, ഫണ്ട് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെക്ക് ചെയ്തിട്ട് നാളെ 2 മണിക്കകത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ഫണ്ട് കയറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ നിനക്ക് എന്ത് ചെയ്തേക്കാം, നിൻ്റെ ഇവിടെ നാട്ടിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ അവർ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ലോ ചെയ്യേണ്ടത്. ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ അത് എത്തേണ്ടതല്ലേ. എടാ, ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് തിരക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ ഉച്ചയ്ക്ക് ഒരു 2-3 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ ആ സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, നാളെ ഒരു 4 മണിക്കുള്ളിൽ നിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ പൊടിയുടെ അടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, ഫിനാൻഷ്യൽ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. മനസ്സിലായില്ലേ? കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം കാരണം പുള്ളിക്കാരിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, ബിസിനസ് കാര്യത്തിലൊന്നും ഇടപെടാറില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നാളെ ഒരു 4 മണിക്കകത്ത് നിന്റെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാമേ. മോനെ, എനിക്ക് സിറ്റുവേഷൻ മനസ്സിലായടാ. ഞാൻ എല്ലാം കൂടെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ നാളത്തേക്ക് തന്നെ തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാനുള്ള കാര്യം ചെയ്യാന്നാണ് പറഞ്ഞത്. അവിടെ ക്രെഡിറ്റ് ആയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇതുവരെയും ക്രെഡിറ്റ് ആയില്ലെന്ന് പറഞ്ഞു. അപ്പം നാളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എനിക്ക് നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പൊ നീ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എടുത്തു തരണ്ടേ? എവിടെ നിന്ന് എടുത്തു തരാൻ? ഒന്നാമത് അച്ഛനെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക, അതിൻ്റെ ഇടയിൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ നിനക്ക്? അതൊന്നും എനിക്ക് വന്നോട്ടെ, വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിനക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. മനസ്സിലായില്ലേ? എടാ, ഇത് കയ്യിൽ ക്യാഷ് മേടിച്ചിട്ട് ഞാൻ നിനക്കത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള നാട്ടിലെ അക്കൗണ്ടിൽ അന്ന് ഇട്ടാൽ മതിയായിരുന്നു പണ്ടാറടങ്ങ്. ഇത് നിനക്ക് അതിൽ ഇട്ടുതരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇതൊന്ന് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം. കഷ്ടം. ആ പയ്യൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവൻ്റെ കയ്യിൽ പോലും പണമില്ലാഞ്ഞിട്ട് വല്ലോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് റോബിന് കൊടുത്തതാണ്. റോബിൻ്റെ റെസ്പോൺസ് നിങ്ങൾ കണ്ടോ? ഏത് രീതിയിലാണ് റോബിൻ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവൻ, കാരണം റോബിൻ്റെ ഈ പണം കൊടുക്കാനില്ല. അതാണ് മറ്റൊരു റിയാലിറ്റി. പിന്നെ അവൻ ചോദിക്കുന്നുണ്ട് ആരതിപ്പൊടിക്ക് ഇതൊക്കെ അറിയാമോന്ന്. അപ്പോൾ തന്നെ റോബിൻ പറയുന്നുണ്ട് എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും ഞാൻ ആരതിയോട് ഷെയർ ചെയ്യാറില്ല. കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ബാധ്യത ഉള്ളൊരു കാര്യം ഒരു പെങ്കൊച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് നല്ലപോലെ വിവാഹം കഴിച്ച് ഇവൻ്റെ കൂടെ വന്നൊരു കൊച്ചാണ്. സോ ഇവന് ഈ രീതിയിലാണ് ഇങ്ങനെ പണമൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ റോൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിലും ഇവൻ വലിയൊരു ബാധ്യതയിലോട്ട് കടക്കണിയിലേക്കാണ് പോകുന്നതെന്ന് ആ കൊച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. എന്തായാലും ഇതെല്ലാം ഇപ്പോൾ ആരതിപ്പൊടിയൊക്കെ അറിഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ശരിക്കും നല്ല സൗഹൃദങ്ങൾ പലതും ഇല്ലാതാക്കാൻ ഈ പണം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിന് ഉള്ള കഴിവ് വളരെ വലുതാണ്. പല നല്ല സൗഹൃദങ്ങളും ഇല്ലാതാക്കിയിട്ടുള്ളതും ഈ പണമാണ്. അപ്പോൾ നമ്മൾ ഈ കടമൊക്കെ വാങ്ങി കൂട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കടങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൽ പെട്ടും വീണ്ടും നമ്മളിത് വാങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് നമ്മളിത് കൊടുത്ത് തീർക്കാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ കടക്കണിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും കയറി പോരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. പിന്നെ റോബിനെതിരെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ കിടന്ന് ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇപ്പം ഒരു കേസ് കൊണ്ട് കൊടുത്താൽ പോലും പോലീസുകാരാണെങ്കിലും നിയമം ചോദിക്കുന്നതായിരിക്കും, നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? ഈ 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ പുള്ളിക്കാരന് കൊടുത്തത്? അതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കും. എല്ലാവരും കുറച്ച് വീഡിയോസ് മാത്രമുണ്ട് റോബിനിരുന്ന് പണം ചോദിക്കുന്നതും കാല് പിടിക്കുന്നതുമായിട്ടുള്ള ക്ലിപ്പിങ്സ് മാത്രമുണ്ട്. നമുക്ക് ഇങ്ങനെ കടം കൊടുക്കാനുള്ള റൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനിവിടെ ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോണായിട്ടും ആ രീതിയിലൊക്കെ കൊടുക്കാനാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ കൊടുത്തവരൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും മൂഞ്ചാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. എല്ലാവരും കഷ്ടപ്പെട്ട പൈസയാണ്, എല്ലാവരും വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ പൈസയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ,
ഇനിയെങ്കിലും ഉള്ള ആളുകൾ, റോബിനോടല്ല പറയുന്നത്, ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ നിങ്ങളോട് ഇതുപോലെ പണമായിട്ടോ സാലറി സ്ലിപ്പായിട്ടോ മേ ബി എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഗോൾഡായിട്ടോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ അവരുടെ ലെവലോ കാര്യങ്ങളോ ഹൈപ്പോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ പണം വാരി എടുത്തു കൊടുക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. സീരിയസ് ആയിട്ട് പറയാണ്, നിങ്ങൾ തന്നെയായിരിക്കും. ഇപ്പം കണ്ടില്ല ഈ ഒരു പയ്യൻ്റെ അവസ്ഥ കണ്ടില്ലേ, ചച്ചു എന്ന് പറയുന്ന പയ്യൻ്റെ അവസ്ഥ കണ്ടില്ലേ, അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. ഇനി എന്തായാലും അവൻ ആ ഫ്രണ്ടിന് തിരിച്ച് പണം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ബാധ്യതയുണ്ട്. അത് ഇത്ര ലക്ഷം രൂപ. ആ ജീവിതകാലം കിടന്നുണ്ടാക്കിയാൽ എങ്ങനെ തീരും ഇത്? അവരിപ്പോൾ ഓരോ ഡെയിലി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീലുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോബിനെതിരെ. റോബിന് എന്ത് ചെയ്യാൻ പറ്റും? റോബിന് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ എവിടുന്നൊക്കെയോ ഫണ്ട് വരാനുണ്ടെന്ന് റോബിൻ പറയുന്നുണ്ട്. അത് ഈ കടം വാങ്ങി വെച്ചിരിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. ഓക്കെ, എനിക്ക് അവിടുന്ന് ഫണ്ട് വരാനുണ്ട്, ഇവിടുന്ന് ഫണ്ട് വരാനുണ്ട്, ഇത്ര ലക്ഷം കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ ക്ലീഷേ അടിക്കുന്ന ഒരു ഡയലോഗാണ് ഈ പറഞ്ഞത്. സോ അതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. എന്റെ ചെച്ചു, നീ എന്തോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടേ, ഞാൻ ആക്ച്വലി നിന്നെ സത്യം പറയില്ല, ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്ത് പോലും നിന്നോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്, മനസ്സിലായില്ലേ? നീ ചെയ്തെന്ന ഹെൽപ്പ് തന്നെയാണ്. ഞാൻ നിനക്ക് അവിടെ അക്കൗണ്ടിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞു, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നതെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ആണോ ഇല്ലേ? ഞാൻ പുറത്തേക്ക് ഫണ്ട് ചെയ്തിട്ട് ഞാൻ അയച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അതിൽ പറ്റിപ്പോയ ഒരു പ്രശ്നമാണ്, മനസ്സിലായ? നിനക്ക് അന്ന് ആ നാട്ടിലെ അക്കൗണ്ടിൽ നീ നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തേനെ? ട്രാൻസ്ഫർ ചെയ്ത് തന്നേനെ. എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു, നീ കണ്ടതല്ലേ? എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു, മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്, കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നതാണ് ഞാൻ കൊണ്ടുപോയി അക്കൗണ്ടിൽ ഇട്ടിട്ട് എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തത്, മനസ്സിലായ? എന്ത് ചെയ്യാനാണ് നീ? ഇച്ചിരി ഒന്ന് നീ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ. ഒരാളുടെ അച്ഛൻ വയ്യാതെ CCUവിൽ കിടക്കുകയാണ്, തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഇതെല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ചെയ്തു തരാം, എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലായി. നാളെ ഒരു സമയം കൂടെ വെയിറ്റ് ചെയ്യേ. ഒരു യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് ഞാൻ നിന്റെ അടുത്ത് പറയാം. ഓക്കെ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് എനിക്ക് ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വിദ്യ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്ന MBBS മറ്റുള്ള അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം അവരുടെ എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തത് 75 ലക്ഷം രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് സൈൻ ചെയ്തത്. ഓക്കെ, അത് മാത്രമല്ല 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. അവർ എനിക്ക് അഡ്വാൻസ് 5 lakhs തന്നു. ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 75 lakhs. അപ്പൊ അതില് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് 2-ാം തീയതി അന്നാണ് അടുത്ത എമൗണ്ട് പേയ്മെന്റ് ചെയ്യുമെന്ന് എന്ത് ചെയ്ത പറഞ്ഞത്, മനസ്സിലായില്ലേ? 2-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഞാൻ അവരെ കിടന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക എമൗണ്ടിന് വേണ്ടി, മനസ്സിലായില്ലേ? സത്യം പറയാൻ എനിക്ക് ആ എമൗണ്ട് കിട്ടിയിട്ട് പല പല ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇൻക്ലൂഡിങ് നിന്റെ ഉൾപ്പെടെ. എനിക്ക് കുറെ ഒരു 3-4 കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം എനിക്ക് ചെയ്തു തീർക്കാനുള്ളതാ. അതിനിടയിൽ ഇവിടെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലും കൂടെ ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോണും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ പറഞ്ഞ വിദ്യ എഡ്യൂക്കേഷൻ ടീം എനിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുതരാന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ ക്യാഷ് ആയിട്ട് കൊണ്ടുതരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് അതിന് ട്രാൻസ്ഫർ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് അവന്മാർ തരാമെന്ന് പറയുന്നുണ്ട്, ഇന്നലെ തരാമെന്ന് പറഞ്ഞു, ഇന്നലെ തന്നില്ല, ഇന്ന് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ സെക്കൻഡ് സാറ്റർഡേയും നാളെ സൺഡേയും മറ്റന്നാ വിഷു ആണ്, മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് നമുക്ക് ട്യൂസ്ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? വർക്കിംഗ് ആയിട്ടുള്ള ഡേ. അപ്പൊ ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോ എന്തായാലും ബാങ്ക് അവധിയാണ്, നാളെ ഇല്ല, മറ്റന്നാളും ബാങ്ക് അവധിയാ. ഓക്കെ, എന്റെ അക്കൗണ്ടിൽ ബാലൻസ് കുറവാ. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും അവരുടെ ഫണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേ ആണ് ഞാൻ എറണാകുളത്ത് പോയിട്ട് പൊടിയുടെ ഭാഗത്തു നിന്നുള്ള മറ്റേ ഗോൾഡ് ഒരു 4-5 പവൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഈ എമൗണ്ട് കിട്ടും, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എമൗണ്ട് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ചച്ചുവിന് തന്നെ കാര്യം മനസ്സിലായി. ചച്ചു ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടതിൽ ചോദിക്കുന്നുണ്ട്, തരാൻ ഉദ്ദേശമില്ലല്ലേ എന്ന്. ശരിക്കും തരാൻ വേണ്ട ചച്ചു, എങ്കിലല്ല തരാൻ പറ്റൂ. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ആളുകൾ കുറേ പേര് നമ്മളെ ട്രാപ്പിൽ പെടുത്തും. ഇവരുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണിച്ചിട്ട് ഇവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ട്, ദേ നോക്കൂ എൻ്റെ ഈ മാസത്തെ ട്രാൻസാക്ഷൻ കണ്ടോ, ദേ ഇന്ന് ഞാൻ കാറ് ബുക്ക് ചെയ്തു, നാളെ ഞാൻ ബൈക്ക് ബുക്ക് ചെയ്യും. ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവർ നമ്മളെ മാക്സിമം കൺവിൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് കരുതും, ഓ കൊള്ളാം, കൊള്ളാം, ഇവൻ്റെ പോലെ ഇവനിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ ചോദിക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക്
നമുക്ക് രക്ഷപ്പെടാം, എന്തെങ്കിലും അവൻ നമുക്ക് ഇൻട്രസ്റ്റ് തരുമായിരിക്കും. അതും അല്ലെങ്കിൽ പാവം ഇവൻ്റെ പണം ഉണ്ടല്ലോ, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു തരും എന്നുള്ള ട്രസ്റ്റിൽ ഇവർ നമ്മളെ കൊണ്ടെത്തിക്കും. സോ അങ്ങനെ നമ്മൾ ഇവർക്ക് പണം കൊടുക്കുന്നു. പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ എല്ലാം ഫേക്ക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട പണമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിയർപ്പൊഴുക്കിയ പണമാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരുത്തിന് കൊടുക്കുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. നിങ്ങൾ തന്നെ തിരിച്ചു വെക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു പണം മറ്റൊരുത്തിന് കൊടുക്കുന്നു, അവൻ കൊണ്ടുപോയത് ദൂർത്തടിച്ച് കളയുകയാണ്. ആ കടം വീട്ടേണ്ടി വരുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സോ ഇനിയെങ്കിലും ഈ റോബിൻ ചെയ്ത പോലത്തെ പരിപാടി ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും ഇതുപോലുള്ള ട്രാപ്പുകളിൽ പോയിട്ട് പെടാതിരിക്കുക. പോയവർക്ക് എല്ലാവർക്കും മേ ബി ചിലപ്പോൾ അവരുടെ പണം പോയി കാണും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വേദലക്ഷ്മിക്കും ആ ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി തിരിച്ച് റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. പണം കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി അതിന് തിരിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല. എന്തായാലും അവർ ചിലപ്പോൾ നിയമത്തിൻ്റെ വഴി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം, നമുക്കൊന്നും അറിയാൻ പാടില്ല. എന്തൊക്കെയാലും ഇപ്പോൾ ആളുകളെല്ലാം മനസ്സിലാക്കി തുടങ്ങി റോബിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം. ഈ ഇപ്പോൾ റോബിൻ ചെന്ന് മറ്റാരെങ്കിലോടും ഒരു കടം ചോദിച്ചാൽ പോലും ആരും കൊടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. തീരെ കുറവല്ലേ, കൊടുക്കത്തില്ല. കാരണം തിരിച്ചു കിട്ടില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള ട്രാപ്പുകളിൽ കാര്യങ്ങളൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതുപോലെ ട്രാപ്പിൽ വിട്ടെടുക്കുന്ന ഒരുപാട് ആളുകൾ കാണും. അതും അല്ലെങ്കിൽ ഇനി പെടാൻ പോകുന്ന ആളുകളും കാണും. അവരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ. റോബിൻ്റെ അടുത്തു നിന്നല്ല, മറ്റു പലരുടെ അടുത്തു നിന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ട്രാപ്പുകളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഇതിൽ പങ്കുവെക്കുക കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സുഹൃത്തുക്കളെ, ബൈ.